ഒരു വീട് എന്താണെന്നും വീട് ജപ്തിയായി പോകുന്നത് എങ്ങനെയാണെന്ന് ഒരു 9 വയസ്സിൽ അവൻ ഡയറക്റ്റ് അറിഞ്ഞു. അതൊരു സാധാരണ ഒരു കുട്ടിക്ക് അറിയാനില്ല. പണം ഉണ്ടെങ്കിൽ എന്താണ്, പണം ഇല്ലെങ്കിൽ എന്താണ് എന്ന് അവന്റെ മനസ്സിലേക്ക് ചെന്നു. അങ്ങനെ വരുന്നതാണ് ഈ മെച്യൂരിറ്റി. പിശുക്കുണ്ടോ നിനക്ക്? ആ, നല്ലതായിട്ട്. കഞ്ചൂസാണോ? ഭയങ്കര കഞ്ചൂസാ. നെഗറ്റീവ് കുത്തി കൊടുക്കുന്ന ആൾക്കാരില്ലേ? മനസ്സിലായി. എന്ത് കൊടുക്കും? അതിന്റെ അമ്മയും പൈസ എല്ലാം കൊണ്ടൊന്നും കൊടുക്കില്ല. ആവശ്യമാക്കി കളയുവാണോ? ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആയി നിങ്ങളുടെ പാടായി നിങ്ങൾ ജീവിച്ചോണം. ഞാൻ വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കും. എപ്പോൾ എന്നെ കാണണം അപ്പോൾ വരണം. എപ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. ഒരാള് ലാവിഷും ഒരാള് കഞ്ചൂസും. നല്ല കോമ്പോ. ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പിള്ളേർക്ക് മേടിക്കുന്നത് നമ്മൾ ലാവിഷാണല്ലോ. പിള്ളേർക്ക് പിന്നെ 10 രൂപയുടെ 10 മിഠായി മേടിച്ചു. ഇല്ല, 5 രൂപയുടെ 10 രൂപയുടെ മിഠായി. പിന്നെ അത്രയൊന്നും കഴിക്കാൻ പിള്ളേരില്ല. 1 രൂപയുടെ 10 മിഠായി മേടിച്ചു. അപ്പൊ 10 ആയില്ലേ? മറ്റേത് ഒറ്റയടിക്ക് മേടിച്ചു കഴിഞ്ഞാൽ നഷ്ടമല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും. നമ്മുടെ ആൾക്കാരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ട്രെൻഡാണ്. പിള്ളേരുടെ ആണോ വലിയവരുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെ, നെഗറ്റീവ് പെട്ടെന്ന് റീച്ച് ആയി പോകുന്നത്. നെഗറ്റീവിനാണ് ഇപ്പൊ റീച്ച് കൂടുതൽ. മറ്റുള്ളവരുടെ കമന്റ്സുകളെ അത്ര വലിയ ഇതായിട്ടൊന്നും കാണുന്ന ഒരാളല്ല ഞാൻ. കാരണം അവനെ എങ്ങനെ വളർത്തണമെന്ന് ഇതുവരെ എങ്ങനെ വളർത്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായ ധാരണയോട് തന്നെയാണ് വളർത്തിയത്. മുമ്പിൽ ഒന്നുമില്ല, വെറും ആകാശം ഭൂമിയെന്ന് മാത്രമുള്ളിടത്തുനിന്ന് നമ്മൾ വന്നവരെ. 19 വയസ്സുള്ള ആളായി സംസാരിക്കുന്നത്. 19 ഇല്ല, 18. 19 ആയിട്ടില്ല. ആയില്ല. ഒരുമിച്ച് പഠിച്ചു എന്നുള്ളതല്ല. പ്ലസ് 2 പഠിക്കുമ്പോ ഞാൻ LKG ചേരും. അയ്യോ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടാ നീ LKG ഓപ്പൺ ആയിട്ട് പറയണ്ടല്ലോ. പാവം. അയ്യോ അല്ല, ഇനി കുറയ്ക്കരുത്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. നിങ്ങൾ എല്ലാരും കൂടെ വരുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഇത് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, അവര് ജോയിൻ ചെയ്യുന്നു, അച്ഛൻ ജോയിൻ ചെയ്യുന്നു എന്നൊക്കെ. ഇല്ല 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 ഇല്ല. നിങ്ങൾ ചാനലുകാരെ ഏതെങ്കിലും ഒക്കെ ഓൺലൈൻ മീഡിയാസ് എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. പക്ഷെ ഞാനിങ്ങനെ ഇപ്പോഴും യൂട്യൂബിൽ അത് കിടപ്പുണ്ട്, വീണ്ടും ജോയിൻ ചെയ്തു എന്നൊക്കെ. ഇടയ്ക്ക് എനിക്ക് അയച്ചു തരും ആരെങ്കിലും. ഞാൻ പറഞ്ഞാണോ എപ്പോ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. ഒരു കേസ് കിടക്കുമ്പോൾ ആ കേസ് എന്റെ ആയിട്ട് വരാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വിഷയമില്ല. കേസ് തീരണം, ഓക്കെ, തീർന്നാ വരാനുള്ളൂ. എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് ഒരു എപ്പിസോഡ്. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതിനിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അൽസാബിത്തിന്റെ ഇതിൽ നമ്മൾ എല്ലാവരും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫണ്ണി കോംബോ, ആ ഒരു അതാണല്ലോ നമ്മൾ എപ്പോഴും കാണാറ്. എപ്പോഴായിരിക്കും ഇവന്റെ ടെമ്പർ പോകുന്നത്, ദേഷ്യപ്പെടുന്നത് എപ്പോഴാ? അയ്യോ, പറഞ്ഞുകൂടെ, ഇനിയിപ്പോ ബാക്കിയോടെ പറയാം. എന്തായാലും ഇത്ര അതുകൂടെ പറഞ്ഞോളെ. ഇനി നാറാനൊന്നും എപ്പോഴും ഒന്നും ഇല്ലത്. അത് ഒരു എന്താ പറയുന്നത്, ചിരി വന്നതല്ലോ. പെട്ടെന്ന് ചിരി വന്ന കാര്യം, ഇവന് ദേഷ്യം വരുന്ന കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചതാ. നമുക്ക് ദേഷ്യം വന്ന് നമ്മളൊന്നീ പൊട്ടിത്തെറിയും. കരയോ? കരയത്തൊന്നുമില്ല. കരച്ചിൽ ഏറ്റവും എൻഡിലാ, ചവിട്ടി പൊളിക്കും. അങ്ങനല്ല, ഒറ്റയടിക്ക് പീക്ക് കേട്ട് അപ്പൊ തന്നെ താകാറുണ്ട്. കാരണം ഞാൻ ദേഷ്യപ്പെടുമ്പോ ഞാൻ തന്നെ ആലോചിക്കും, ഇത് കഴിയുമ്പോൾ ഞാൻ തന്നെ നടപ്പിക്കണ്ടേ സംഭവം. അതായത് ഇപ്പൊ നമ്മൾ എന്താ അങ്ങനാ അത് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഞാനിപ്പോ എന്തെങ്കിലും പറയും ചില സമയത്ത്. അതായത് ഇപ്പൊ ഉദാഹരണം നമ്മൾ 2 പണി ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 6 പണി ഒരുമിച്ച് പറയും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ കാര്യം, അതായത് ഗ്യാസ് ഓഫ് ചെയ്യടാ, ശരി, ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ റൂമിൽ നിന്ന് അടുക്കളോട്ട് പോയിരിക്കും. എടാ പിന്നെ ചൂലെടുത്തോണ്ട് പറഞ്ഞേ, ശരി ചൂലെടുത്തോണ്ട് വരാം. 2 കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. എടാ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് 2 മുട്ട എടുത്ത് അടുക്കള വെച്ചേക്കണേ. എടാ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട പൊട്ട് ചോദിച്ചിട്ടേ ദോശക്കല്ലെടുത്ത് അടുപ്പ് നോക്കണം, പിന്നെ പോയി പഠിക്കണം. കേട്ടോ, നീ എന്താ പഠിക്കണില്ല കേട്ടാ. പിന്നെ ഫാൻ ഓഫ് ചെയ്യണം, തുണി എന്താണ് അങ്ങനെ ഇട്ടേക്കണേ, എല്ലാത്തിനും ഞാൻ തന്നെ പോകണം. എന്നിട്ട് അമ്മേനെ പോയി 2-3 പണിയൊക്കെ ചെയ്യും. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നേ. എനിക്ക് ഇതായിട്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യും. പിന്നെ ഒരു കിട്ടുണ്ണിയാണല്ലോ വീട്ടില്. പിന്നെ എന്തിനാ എന്റെ അടുത്ത് പറയണം, അങ്ങ് ചെയ്തൂടെ? അത് പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. പിന്നെന്തിനാ നീ? എല്ലാം ഞാൻ തന്നെ. കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ചില സമയത്താണത്. എല്ലാ അമ്മമാർക്കുള്ള പ്രശ്നം തന്നെ. പിന്നെ എനിക്ക് കൈക്കൊരു വേദനയുണ്ട്, ചെറിയ ഇതുണ്ട്. അപ്പൊ ഈ കൈവേദന ഉണ്ടെങ്കിലും ഇവനോട് പറഞ്ഞിട്ട് ഇവൻ ആ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് തന്നെ ചെയ്യണം. ചെയ്തില്ലേ ഞാൻ പോയി ചെയ്യും. എന്നാ ശരി, അപ്പൊ ഇവനോട് ഞാൻ സ്പീഡ് ഓടിക്കും. ശരി, എന്നാ പിന്നെ ഓക്കെ, അടുത്തത് ഓക്കെ. എന്താണ് വെപ്രാളപ്പെടുന്നത്? ഇത് വെപ്രാളം, മറ്റേത് ചെയ്യാത്തത്. ശരി ശരി ശരി. ഒന്നും കരയിൽ കൂടെ പറ്റത്തില്ല, വെള്ളത്തിൽ കൂടെ പറ്റത്തില്ല. ചില സമയത്ത് അങ്ങനെ വരുമ്പോ ഇയാള് എന്നെ കൊണ്ട് പറ്റത്തില്ലോ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞു ഇങ്ങനെ എന്നിട്ട്
കൈ വെച്ച് 2 ഇടി, കാല് വെച്ച് തറയിൽ 4 ചവിട്ട്. അത് പക്ഷെ അത്ര ഒന്നുമില്ല, അങ്ങ് പീക്കി കയറുമ്പോഴാ പറഞ്ഞു മൊരാളി അവസാനം എന്നെ എന്തെങ്കിലുമൊക്കെ പറയും, ഇങ്ങനെ നടന്നോ നീ, അല്ലെങ്കിൽ അങ്ങനെ ഗുണമില്ല, ഈടായിട്ട് പഠിക്കുന്നില്ല അങ്ങനെയാണെന്നൊക്കെ പറയും. ഈടായിട്ട് പഠിക്കത്തില്ല അത് തന്നെ അങ്ങനെ പറയും. ചുമ്മാ പറയും, ആ സമയം അങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോ നമുക്ക് കാരണം പീക്കി നിൽക്കുമ്പോഴായിരിക്കും ഇതുകൂടെ പറയുന്നത് നമ്മൾ. ഞാൻ പറയും നിനക്ക് അഭിനയം മാത്രമേ ഉള്ളൂ, എനിക്ക് പഠിക്കണമെന്നൊരു ചിന്തയില്ല, നാളെ പഠിച്ചൊരു ജോലി മേടിക്കണമെന്നില്ല, അങ്ങനെ പറയുമ്പോ പറഞ്ഞു കേറുമ്പോ ഫ്ലോ അറിയില്ലല്ലോ. ഞാൻ കരുതി നമ്മുടെയൊക്കെ വീട്ടിൽ മാത്രമേ എല്ലാ വീട്ടിലും ഉള്ളതാ, എല്ലാവർക്കും ദേഷ്യം ഇത് എല്ലാ പേരൻസും എല്ലാ കുട്ടികളോടും പറയുന്ന കാര്യം അത് തന്നെ. അല്ല ഞാൻ കരുതി നമ്മുടെയൊക്കെ വീട്ടിൽ മാത്രമേ നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണമില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെയാ ഇതുവരെ പറഞ്ഞില്ല, ആ ഒരു വേർഡ് ഇതുവരെ പറയില്ല, ഗുണമില്ലെന്ന് പറയത്തില്ല. നിനക്ക് എന്താ തന്നെ നിൽക്കുന്ന കാലത്ത് പോയി പെണ്ണ് കെട്ടിക്കും അങ്ങനെയും പറയത്തില്ല. കാരണം അവന് തന്നെ നിൽക്കുന്ന കാലോ കെട്ടയ്ക്കോ. ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരന്റ് കിട്ടും. പേടിക്കണം, സൈനൈഡ് വിഷമാണെന്ന് നമുക്കറിയാം, എന്നാലും ചിലവരെടുത്ത് തേക്കില്ലേ. എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആയി നിങ്ങളുടെ പാടായി നിങ്ങൾ ജീവിച്ചോണം, ഞാൻ വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കും, എപ്പോൾ എന്നെ കാണണം അപ്പോൾ വരണം, എപ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. അങ്ങനെ ആയിരിക്കും അവർക്ക് അവരുടെ ലൈഫ്, അവർക്ക് അവരുടെ ലൈഫ്, നമുക്ക് നമ്മുടെ ലൈഫ്. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല, ഇഷ്ടം കൂടുതൽ, അത് കറക്റ്റാണ്, ഇഷ്ടം കൂടുതൽ ഉണ്ടായിട്ടാണ്. കാരണം വേറൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. പിന്നെ അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പം ആ കുട്ടിയുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് രണ്ടുപേരും ചിലപ്പോൾ മാറാൻ പറ്റണമെന്നില്ല, അല്ല നമ്മുടെ സ്വഭാവം അനുസരിച്ച് അതിന് മാറാൻ പറ്റണമെന്നില്ല. അത് അടുത്ത് മിങ്കിളായി വരണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് പോകുമ്പോൾ അവർ പെട്ടെന്ന് മിങ്കിളായി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ ഇഷ്ടങ്ങളെ ജോയിൻ ചെയ്യും. പക്ഷെ ഒരു മൂന്നാമത് നിൽക്കുന്ന ഒരു അമ്മയ്ക്കോ അച്ഛനോ ചിലപ്പോൾ അത് കുറേ സമയം പിടിക്കും. അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഉള്ള ഇഷ്ടം കൂടി പോവും. പിന്നെ ഇതിനിടയിൽ കിടന്ന് അനുഭവിക്കേണ്ടി ആരാ? മക്കള്. സ്വാഭാവികം. അതായത് ആ വീട്ടിലെ ആൺകുട്ടിയായിരിക്കും അനുഭവിക്കുന്നത്. കാരണം എന്താ പറയുക, ബേസിക്കലി ഞാൻ പറയണേണ്, അല്ലേ വേണ്ട ഞാൻ ഇത് പറഞ്ഞിട്ട് അവസാനം. പിന്നെ വെച്ചാൽ ഞാൻ സിംഗിൾ പേരന്റ് അല്ലേ, കുറച്ച് പൊസസീവ്നെസ് കൂടുതലാണ്. ഇപ്പൊ എല്ലാം അവന്റെ ഈ പറഞ്ഞില്ലേ ഡ്രസ്സ് വരെ ഞാൻ എടുത്തു കൊടുക്കണം. അപ്പൊ രണ്ടഭിപ്രായം വരുമ്പോ അവര് തമ്മിൽ ചിലപ്പം ഓക്കെ ആയിരിക്കും. ചില സമയം നിങ്ങൾ ലേഡീസിന് ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ, മാറുന്ന സമയം ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ആള് പോസിറ്റീവ് ആയിരിക്കും, അവിടുത്തെ നെഗറ്റീവ് ആയിരിക്കും, നേരെ കയറി വെട്ടും തിരിയും തെയ്യും. മിക്കവാറുള്ള എല്ലാ അണ്ണന്മാരും അനുഭവിക്കുന്നതായിരിക്കും, ചുറ്റിരിക്കുന്നതോ ഇരിക്കണമൊക്കെ എല്ലാവരും അനുഭവിക്കണായിരിക്കും. നമുക്ക് ഈ സമയം ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചില സമയം നമ്മുടെ അഭിപ്രായം ചോദിക്കും, ഇതാണോ അതാണല്ലോ പറ, രണ്ടും കൊള്ളാം നല്ലേ പറയാൻ പറ്റൂ. അല്ല അത് കൊള്ളാന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൊക്കെ സങ്കടവും, കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പരാതി പറയും, അല്ലെങ്കിൽ പണങ്ങി പോയിരിക്കും, നമുക്ക് സഹിക്കും ഇല്ല. അപ്പുറത്തുള്ളവർ പറയുമ്പോൾ നമുക്ക് അതേപോലെ സങ്കടവും സഹിക്കും ഇല്ല. അമ്മയല്ലേ ആ ഒരു ഇത് വരത്തില്ല. പല വീട്ടിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവന്മാർ ഇന്ന് ഒരുപാട് അപ്പൊ നമ്മളെ വിധിയനല്ലേ, രണ്ടുപേരിൽ ഒരാള് വിധിയനല്ലേ, വിധി തന്നെയല്ലേ എന്ന്. 19 വയസ്സുള്ള ആളായി സംസാരിക്കാൻ എനിക്ക് മനസ്സിലായി. അതെന്നെ പ്രശ്നം, ഇതാണ് എന്റെ പ്രശ്നം. അല്ല പക്ഷെ ശരിക്കും എല്ലാരും ഇത്ര മെച്ചൂർഡ് ആണെങ്കിൽ 19 ആയിട്ടില്ല. ഓ നല്ല പ്രായമുണ്ട്. അത് ഇവിടെ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളതല്ല, പ്ലസ് 2 പഠിക്കുമ്പോ ഞാൻ LKG ചെയ്തു. അയ്യോ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടാ നീ LKG ഓപ്പൺ ആയിട്ട് പറയണ്ടല്ലോ പാവം. അയ്യോ അല്ല ഇനി കുറയ്ക്കരുത്. അത്രയൊന്നുമില്ല ഒരു 5-6 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. ശരി, ബാക്കി തള്ളിക്കോ. അപ്പൊ അതാ പറഞ്ഞത്, ഇനി ഇത്ര 18 വയസ്സിലും 36 വയസ്സിന്റെ ഇതുണ്ട്. പിന്നെ ചുറ്റും കാണുന്നത് ഇത് തന്നെയാ. അതെ, നമ്മള് ലൈഫിൽ നമ്മള് കാണുന്ന അനുഭവമാണ്. കണ്ണചേട്ടൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ അറിവുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയാണ്. 300 പേജിന്റെ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് നീ എന്തായാലും ഐസക് ആകാൻ പോണില്ല. പക്ഷെ അതേ സ്ഥാനത്ത് നീ ഒരു 10 ദിവസം നമുക്ക് അറിയാവുന്ന ഒരു വില്ലേജിലൂടെ നടന്നു പോയാൽ ആ വില്ലേജിലെ എല്ലാ കാര്യങ്ങളും പഠിക്കത്തില്ലേ. അനുഭവങ്ങളാണ്. അങ്ങനെ പഠിച്ചവരാണ് ശരിക്കും പറഞ്ഞ ഈ ബുക്ക് എഴുതുന്നത്. പക്ഷെ ഈ ബുക്ക് വായിക്കണവർക്ക് ബുക്ക് ഓക്കെ, അതാണ് ഹൈ ക്ലാസ്. ഓക്കെ, അവന്റെ ലൈഫില് അവന് 9 വയസ്സില് ഒരു വീട് എന്താണെന്നും അതായത് വീട് ജപ്തിയായി പോകുന്നത് എങ്ങനെയാണെന്ന് വരെ 9 വയസ്സിൽ അവൻ ഡയറക്റ്റ് അറിഞ്ഞു. അതൊരു സാധാരണ ഒരു കുട്ടിക്ക് അറിയാനില്ല. സാധാരണ ഒരു കുട്ടി എന്നല്ല, 21 വയസ്സുള്ളവർക്ക് പോലും അറിയത്തില്ല ആ വീടിന് എത്ര ലോൺ ഉണ്ടെന്നോ, വീടിന് ലോൺ ഉണ്ടോ, അല്ലെ എങ്ങനെ ഈ വീട് വെച്ചു, അല്ലെ എങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഓടുന്നു എന്ന് പോലും അറിയില്ല. പക്ഷെ 9 വയസ്സിൽ അതെന്താണ്, എങ്ങനെയാണ്, പണം ഉണ്ടെങ്കിൽ എന്താണ്, പണം ഇല്ലെങ്കിൽ എന്താണ് എന്ന് അവൻ്റെ മനസ്സിലേക്ക് ചെന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിച്ചു.
അങ്ങനെ വരുന്നതാണ് ഈ മെച്യൂരിറ്റി. അതെ. എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാവരും പറയും, അതായത് ഇത്രയും വയസ്സ് മുതൽ കുടുംബം നോക്കിയവനാ അങ്ങനെ എല്ലാവരും പറയുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സുള്ള കുഞ്ഞിനെ ഒന്നും അറിയത്തില്ല, ചെറിയ കുഞ്ഞാ. എന്നാലും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ നിനക്ക് കൂടുതൽ ആ വീട്ടിലെ കാര്യം നോക്കണം എന്നുള്ളൊരു ഐഡിയ എത്ര വയസ്സിലൊക്കെയാ വന്നത്? അങ്ങനത്തെ അങ്ങനെ ഒരു ഐഡിയ ഇപ്പോഴും ഇല്ല. അതൊക്കെ ഞാനില്ലേ നോക്കാം. കാരണം അത് നമുക്ക് അതായത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്യേണ്ട ഓരോ പണിയുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ മറ്റേ ചിന്തയിലേണ്ട ഒരു കാര്യമില്ല. എന്നാ നമുക്ക് അറിയാൻ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് അടുക്കള മേടിക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ശരി ഇന്നാ പിടി എല്ലാ സാധനവും ഉണ്ട് അങ്ങനൊന്നും ഇല്ല. ചോദിക്കും. ഇപ്പൊ തന്നെ ഷൂട്ട് കഴിഞ്ഞാൽ വൈകിട്ടില് പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമല്ലോ ആൾക്കാര്, അവര് വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്നേ. നമ്മുടെ അടുത്ത് ഭവാനിയമ്മയൊക്കെ ഇല്ലേ, കലച്ചേച്ചി ചിരി വരും. ഷൂട്ട് തീർന്നു അപ്പൊ വിളിക്കും, അമ്മ ഷൂട്ട് തീർന്നു. ഞാൻ ഇപ്പൊ പോകത്തില്ല ഉപ്പുമുളകിന്റെ സെറ്റില്, അടുത്തല്ലേ, വല്ലപ്പോഴേ പോകത്തുള്ളൂ. അപ്പോ അമ്മ ഷൂട്ട് തീർന്നു, എന്തെങ്കിലും വേണോ? അത് ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമില്ല. സംഭവം ഞാൻ വീട്ടിൽ ചെന്ന് കേട്ട് പിന്നെ പറയും, എടാ പാല് നാളെ രാവിലെ മേടിക്കണ്ട, വൈകിട്ട് ഒരു ചായ കുടിക്കാൻ മേടിക്കും. അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ, അല്ലെ ഒരു കവർ ദോശമാവ് വാങ്ങിച്ചിട്ട് പോവാ വൈകിട്ടത്തേനുള്ളതിന്. കാരണം അവൻ വരുന്ന വഴിയിലാണ് ഈ ഷോപ്പ്. പിന്നെ ഞാനായിട്ട് അതിനു വേണ്ടി ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് പോയി സാധനം വാങ്ങിച്ചിട്ട് അപ്പൊ എന്തെങ്കിലും ചിലപ്പോ ചെറിയ സാധനങ്ങളായിരിക്കും. അതായത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അമ്മമാരെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് സാധാരണ പിള്ളേരെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് 100 രൂപയ്ക്ക് സാധനം മേടിക്കാറങ്ങി 5000 രൂപയ്ക്ക് സാധനം മേടിച്ചു. ഞാനങ്ങനെ എന്റെ അമ്മയെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങി, എന്റെ അടുത്ത് പറഞ്ഞാൽ 2 തക്കാളി മേടിക്കാൻ പറഞ്ഞാൽ 2 തക്കാളി മേടിച്ചോണ്ട് വരിഞ്ഞ്. അതേ സ്ഥാനത്ത് പച്ചക്കറിക്കട കയറിയ നമ്മളെല്ലാം വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ വിളിച്ച് ഫോൺ ചോദിച്ചു, എടാ അത് വേണ്ടി അപ്പൊ ഞാൻ വന്നുവിടായിരുന്നു. പിന്നെ വന്നുവിടായിരുന്നു. പിശുക്കുണ്ടോ നിനക്ക്? ആ നല്ലായിട്ട്. കഞ്ചൂസാണോ? സെറ്റിരിക്കുന്ന പിള്ളേർ കേക്കില്ലേ, അവരെന്നെ ഓടിച്ചു. ഭയങ്കര കഞ്ചൂസാ. എന്തിനാണ് ഇങ്ങനെ കഞ്ചൂസ് കുടിക്കുന്നത്? ശരിക്കും നല്ല പിശുക്കോ? അത്ര പിശുക്കില്ല. നല്ല പിശുക്കുന്നത് ഇവന് പൈസ കൊടുത്ത് അവിടെ ഇരിക്കും, സേഫ് ആയിട്ട് അവിടെ ഇരിക്കും. കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കില് അവന്റെ അക്കൗണ്ടിലാണെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഞാൻ ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ ഇടയ്ക്ക് ഒരു ജ്യൂസ് കുടിച്ചാൽ നിനക്ക് കോളേജിൽ പോവല്ലോ, എടാ പോകുന്ന വഴി ഒരു ജ്യൂസ് കൂടി, തിരിച്ചു വന്ന് കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കൂടി, അടുത്ത് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി എല്ലാം കഴിക്കേ. ഓ ആ ശരി കഴിക്കാം. പക്ഷെ തിരിച്ചൊരു ഉച്ചക്ക് ജ്യൂസ് കുടിച്ചായിരുന്നു. ഓ ഞാനും കുടിച്ചില്ല. അയ്യോടോ, ആ സംഭവം ബേസിക്കലി വയ്യാത്തോണ്ടാ. താഴെ പോവാൻ വയ്യാന്നിട്ടാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പോകുന്ന ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അതുമായിട്ട് വ്യത്യാസമാണ്. കാരണം കഴിയുന്നവിടെ നിന്ന് ക്യാൻറ്റീൻ തൊട്ടെടുത്താ, അവിടെ വരെ പോകാൻ വയ്യ. അവിടെ നിന്നിട്ട് ഇനിയിപ്പോ വേണ്ട, പോയി വെറുതെ എന്തിനാണ് 150 രൂപ കളയണേ, അതിന്റെ ആവശ്യം എന്തിനാ? കണ്ടോ 150 രൂപ എന്തിനാ കളയണേ? വീണ് പോയി. ഐ മീൻ അതല്ല, നമ്മളെ തിരിച്ചു വന്ന് വെള്ളം ഉണ്ടല്ലോ. അതെ, വെള്ളം കുടിച്ചാൽ മതിയല്ലോ ദാഹിക്കുമ്പോ. ആ ഒരു ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ജ്യൂസ് കുടിക്കേണ്ട കാര്യമില്ല. അതേസമയം ഞാനിപ്പോ കൂടെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ എവിടെയെങ്കിലും കടയിൽ നിർത്തി ജ്യൂസ് കൊടുത്ത് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് മാന്യമായിട്ടൊന്ന് കഴിക്കും. ഒരു വിശക്കുമില്ല. എനിക്കൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്ന നല്ല ഉടുപ്പിട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാതൊന്ന് സംഭവം. എനിക്കും പുറത്തിറങ്ങി കുടിക്കണം. കറക്റ്റാണ്. അത് സംഭവം എന്താ പറയാ, ഞാൻ മാത്രല്ല, നമ്മുടെ സെറ്റിലുള്ള പിള്ളേരെല്ലാവരും അങ്ങനെയാണ്. നമ്മള് പുറത്തിറങ്ങുമ്പോ ഇപ്പൊ കടയിൽ നിർത്തി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങണമെന്ന് വിചാരിച്ചല്ലോ അളയാ ഷൂട്ടിന് പോകുന്നതായിരിക്കും. കുടിച്ചാലാ കുടിക്കുക. ബിനീഷേട്ടനോടെ കോർഡിനേറ്റർ ഉണ്ട്, അങ്ങനെ പൊക്ക ഇങ്ങോട്ട് എന്തായാലും അങ്ങനെ വന്നേല്ലേ, കാശ് കാണും പൊക്ക്. ബിനീഷേട്ടാ നിന്റെ ഒന്നും 10 പൈസടാ, എടാ ദിവസം 5000 രൂപ 1000 രൂപ വെച്ച് മേടിക്കുന്നില്ലടാ നീ, നിന്റെ കാശില്. ബിനീഷേട്ടാ അത് എന്ത് കണക്ക് ബിനീഷേട്ടാ, നിങ്ങൾ അങ്ങനെ പറയാൻ കൊള്ളാവോ? അമ്മ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ പിടിച്ചങ്ങ് ഫ്രണ്ട് എടുത്തു എല്ലാം കൂടെ കൊടുത്തേക്ക് ചേച്ചി. പറയത്തോലുമില്ല. ഒരാള് ആവശ്യം, ഒരാള് കഞ്ചൂസും. നല്ല കോമ്പോ. ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പിള്ളേർക്ക് മേടിക്കുന്നത് നമ്മൾ ആവശ്യമാണല്ലോ. പിള്ളേർക്ക് പിന്നെ 10 രൂപയുടെ 10 മിഠായി മേടിച്ചു. ഇല്ല 5 രൂപയുടെ 10 രൂപയുടെ മിഠായി, പിന്നെ അത്രയൊന്നും കഴിക്കാൻ പിള്ളേരില്ല. 1 രൂപയുടെ 10 മിഠായി മേടിച്ചു. അപ്പൊ 10 ആയില്ലേ? മറ്റേത് ഒറ്റയടിക്ക് മേടിച്ചു കഴിഞ്ഞാൽ നഷ്ടല്ലേ? അതെ 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 അതെ. എടാ എന്തിനും വാങ്ങാൻ പോയ ആദ്യം പ്രൈസ് നോക്കും. ബേസിക്കലി ചെറുതിലെ നമ്മൾ ആ സമയത്ത് ഫിനാൻഷ്യലി ഒട്ടും ഇതല്ല. ഇപ്പോഴും അങ്ങ് കാശായി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ടോയ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 100 രൂപയുടെ ടോയ്സ് അല്ല 50 രൂപയുടെ ടോയ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ 50 രൂപ എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് വെക്കും. എന്നോട് പറയത്തോലുമില്ല, വേണ്ടെന്നും പറയത്തില്ല, വേണമെന്നും പറയത്തില്ല. ചെറുതിലത്തെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് പൈസയുടെ വില മൂല്യം അറിയാം. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞു പാറും കൊല്ലും ഇടയ്ക്ക് വെച്ച് അങ്ങനെ ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം പിള്ളേർ വന്നിട്ട് ചേട്ടാ കിൻഡർ ജോയ് 50 രൂപ നഷ്ടം,
ഓറും നഷ്ടമാണ്. അപ്പൊ പറയും 2 കവറ് പാലിന്റെ പൈസ. ആദ്യം ഇത് 2 കവറ് പാലിന്റെ പൈസ. പാലിന്റെ പൈസ. അപ്പൊ പറയും പാല് വേണ്ട. അവിടെ നിൽക്കേ ഈ അടുത്ത സമയത്ത് ഇവനെയും കൊണ്ട് പോയി ഞാനിവിടെ ഒരു ജ്യൂസ് കുടിച്ചോണ്ടിരിക്കും. അപ്പൊ അയാളൊന്ന് ഒരു സിഗരറ്റ് വാങ്ങി. അപ്പൊ ചോദിച്ചു ചേട്ടാ ഇതിന് എത്രയാ എന്ന് ചോദിച്ചിട്ട് 12 തോന്നുന്നല്ലേ. 12 തൊട്ട് മക്കളെ എന്തോ 25 രൂപ വരെ എങ്ങാണ്ട് ഉണ്ടെന്ന് 36 രൂപ ഉണ്ടെന്ന് എങ്ങാണ്ട് പറഞ്ഞു. 25, 26 എങ്ങാണ്ട് പറഞ്ഞു. ഇവന് എടുത്തു വയ്ക്കും 1 കവറ് പാലിന്റെ കാശാണോ ഒന്ന് വലിച്ചു കളയുന്ന. എടാ ഞാനേ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പോകും. സത്യാവസ്ഥയാണെങ്കിൽ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല. ശരിയാ, സത്യമല്ലേ? ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് നടക്കുമ്പോ വെട്ടുന്ന എന്നാ പിന്നെ ഓട്ടോ വിളിച്ചേക്ക് 30 രൂപ പോട്ടെ. പക്ഷെ ഇപ്പഴാ മനസ്സിലായോ 1 കവർ പാലിന്റെ പൈസ. ഇനി എങ്ങനെ ഊബർ വിളിക്കും ഞാൻ? 1 കവർ പാലിന്റെ പൈസയാന്ന് ഓർക്കും. പക്ഷെ ഇവനെ കഞ്ചൂസ് കൂടിയിട്ട് ഞാനും ഇങ്ങനെ ആലോചിക്കും ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് 40 രൂപ കൊടുക്കണം അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകണം. ഇന്റർവ്യൂ കഴിഞ്ഞ് വീട് വരെ നടന്നൊക്കെ പോകണം. അല്ലല്ല ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ 40 രൂപ വേണ്ട കൊടുക്കണ്ട. ഈ അവൻ പറയുമ്പോ 1 കവർ പാലിന്റെ കാച്ചാന്ന് പറഞ്ഞായിട്ട് ഞാൻ അതൊക്കെ അങ്ങ് നടക്കും. താൻ വിളിക്കുന്നത് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഓട്ടോ വിളിക്കുന്നത് ഓട്ടോ വിളിക്കുന്നത് ഞാൻ പറയൂല. കാരണം ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് ഇത്ര ദൂരം നടന്ന് കാലുവാന എടുക്കണമെന്ന് പറയും. എന്നോട് വന്ന് കണക്കൊന്നും പറയത്തില്ല. പൈസ ഞാൻ എന്റെ കാര്യത്തിൽ മാത്രമേ പേയ്മെന്റ് വന്നാൽ ഞാൻ പറയും ഇത്ര രൂപ വന്നിട്ടുണ്ട്. പറയണ എപ്പോഴായിരിക്കും അറിയാം. രാത്രി 12 മണിക്ക് എടാ പിന്നെ പേയ്മെന്റ് ഇത്ര വീണു, എവിടെ എത്രയും കൊടുക്കാറുണ്ട്, അപ്പുറത്ത് എത്രയും നമ്മളൊന്ന് മേടിച്ചില്ലേ, ഞാൻ മേടിച്ച് അവിടെ അടയ്ക്കണം ഇവിടെ അടയ്ക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേത് എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ അല്ലേ? മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായിടാ. അതായത് പിന്നെ അതുപോലെ തുടങ്ങും കറങ്ങി 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 ഈ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാല് അവനെ ആലോചിക്കും ഈ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഫണ്ട് വന്നു പറയുമല്ലോ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ചെക്കല്ലല്ലോ ഇപ്പം. അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാം 30,000 വണ്ടിക്ക് അടയ്ക്കണമായിരുന്നു പേയ്മെന്റ് EMI അടച്ച് കാറിന് ലോണ്. 20,000 രൂപ റെന്റ് അടയ്ക്കണമായിരുന്നു. 30, 20, 50 രൂപ പോയേ. ചിലപ്പോൾ 60 രൂപ 70 രൂപ ആയിരിക്കും ഒരു ഇതിന്റെ വരുന്നത്. ബാക്കി 20 രൂപ ഉള്ളേ എന്നു വെച്ചാൽ അത് മൈൻഡിൽ കിടക്കണമല്ലോ. മനസ്സിലായി. അത് നമുക്ക് കറക്റ്റ് അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിടെ തന്നെ ചോദിക്കാറുണ്ട് ചില ഞാൻ ഉണ്ടാക്കിയ പൈസ അല്ല എന്ന് എനിക്ക് അറിയില്ലെന്ന്. പക്ഷെ അവനോട് ചോദിച്ചാൽ ഇത്ര വർഷം കൊണ്ട് അവൻ എത്ര ഉണ്ടാക്കിയെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്ക് അല്ല എന്തൊക്കെ ചെയ്തു എന്നും അവനറിയാം. അത് വേണമല്ലോ. നാളെ കൊച്ചു കുട്ടികളല്ലേ ഇവര്, വലിയവരുടെ കൂട്ടല്ലല്ലോ. ഇപ്പൊ നമ്മള് സമ്പാദിച്ച് നമ്മൾ ചെലവാക്കുവാണെങ്കിൽ നമ്മൾ പറയണ്ട. പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട് അവനോട്, നിനക്കറിയോ നിന്റെ അമ്മ ഈ പൈസ എല്ലാം തൊടുക്കൂടാ, നെഗറ്റീവ് കുത്തി കൊടുക്കുന്ന ആൾക്കാരില്ലേ. മനസ്സിലായി അങ്ങനെ പറഞ്ഞു കൊടുക്കും. അതെ എന്ത് കൊടുക്കുവോ നിന്റെ അമ്മയും പൈസ എല്ലാം കൊണ്ടൊന്നും കൊടുക്കൂല, ആവശ്യമാക്കി കളയുവാണോ? അത് പണ്ടാണ് ചോദിച്ചില്ല. പിന്നെ ചോദിക്കുന്നത് തമാശ ചോദിക്കും പൈസ എവിടെ കൊണ്ട് പോയിടെ ഉണ്ടല്ലോ അത് മതി പറഞ്ഞു കഴിയുമ്പോ ഓക്കെ സാധനം ഉണ്ടല്ലോ കളഞ്ഞില്ല കളയായി അത് പിന്നെ ബാക്കിയുള്ള ജീവിക്കല്ലാണ്. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് നല്ലതായിട്ട് കുട്ടികളിലും കുത്തിക്കയറ്റി കൊടുക്കുന്നവരുണ്ട് നന്നായിട്ട്. അതെ നമ്മള് പിന്നെ അവരെ പറഞ്ഞിട്ട് മറ്റേ 50% കണക്ക് പറഞ്ഞ പോലെ എല്ലാം കൂടെ ചാടി വരും. അതെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു 18-19 വയസ്സുള്ള പിള്ളേരെ, ചെറിയ പിള്ളേരാകുമ്പോഴത്തേക്ക് അവർ ഏൺ ചെയ്യുന്ന പിള്ളേരും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ മുതിർന്നവർ തന്നെയല്ലേ ഒരു മറ്റേ ഫ്രണ്ട്ഷിപ്പ് കൂടാനൊക്കെ ഒരുപാട് പേര് വരുമായിരിക്കുമല്ലോ. നമ്മളെ ചീത്ത കൂട്ടുകെട്ടിലോട്ടും കൊണ്ടുപോകാം. അപ്പം എനിക്ക് എന്തായാലും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. അപ്പൊ എങ്ങനെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്? കാരണം ഇപ്പൊ നമ്മളൊരു പിള്ളേരെ സെറ്റിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 70% ആളുകൾക്കും ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഹാബിറ്റ്സും ഉള്ളവരാ. അതൊരു കാര്യമുണ്ട്. ഞാൻ അതായത് നമ്മളിപ്പം അതായത് ഒരു പിള്ളേരെ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ ആ സമരം ഒരു പൊങ്കാലിയുടെ അപ്പൊ ഞാൻ കറക്റ്റ് ഫിൽറ്റർ ചെയ്തുകൊണ്ട് വരെ. അതായത് ഇപ്പം ഒരാളെ നമ്മൾ ചിലപ്പോൾ നോക്കാൻ അവരുടെ അച്ഛനും അമ്മയും കാണും, അല്ലെ ഇപ്പോൾ നാട്ടുകാരിൽ 5-6 പേര് കാണും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ലോകത്തുള്ള എല്ലാവരും എനിക്ക് സർവൈലൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള എല്ലാന്ന് പറഞ്ഞാല് നമ്മള് ഏച്ചി പോവുകയും, അതായത് ഇപ്പം ഓക്കെ ഒരു 5 വർഷം മുമ്പൊക്കെ ഞാൻ ഏച്ചി പോവുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എനിക്ക് എയറില് പറന്ന് ഒന്നെങ്കിൽ അച്ഛൻ ഇടിക്കും അല്ലെങ്കിൽ എല്ലാവരും നോക്കും. കാരണം എല്ലാവരും ക്യാമറാമാൻ ഉൾപ്പെടെ പറയരുത്. ഞാൻ അവിടെ ഇല്ലെങ്കിലും പറഞ്ഞിട്ട് പോകും, ഒന്ന് നോക്കിക്കോണേന്ന് പറയും. ധൈര്യമായിട്ട് നോക്കുമെന്ന് പറഞ്ഞു. കാരണം പറഞ്ഞാൽ അനുസരിക്കും അവൻ. അപ്പൊ എല്ലാവരുടെയും കണ്ണിലാണ് അവൻ വളർന്നത്, ഒരാൾ മാത്രമൊന്നുമല്ല. അപ്പൊ നമ്മൾ എല്ലാവരുടെയും സേഫ് സോണിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് റോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മള് ഈ
എനിക്ക് എന്റെ പ്രായത്തിലുള്ള പിള്ളേർ മുക്കാൽ വാസി ആൾക്കാരുടെ ഈ പറഞ്ഞ 70% ഉണ്ടല്ലോ സംസാരം എനിക്ക് പിടിക്കത്തില്ല. പിടിക്കാതിരിക്കുമ്പോൾ ഞാൻ ഓഹോ ശരി ശരി നമുക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ ഓപ്പോസിറ്റ് വേറെ പറയേണ്ട കാര്യമില്ല. ശരി ഓക്കെ ശരി കഴിഞ്ഞു പരിപാടി മനസ്സിലായി. അങ്ങനെയായിട്ട് ഞാൻ ഏസിൽ മുങ്ങിയിട്ട് നമുക്ക് ശരിയാവത്തില്ല. കാണുമല്ലോ. മാറിപ്പോവും. ആ ഒരു ചില ക്യാരക്ടേഴ്സും അവര് പറയുന്ന രീതികളും അവരുടെ എന്താ പറയാ ഒന്നും മനസ്സിലാവും. നമുക്ക് അവരുടെ ഇഷ്ടപ്പെടാതെ അത് മനസ്സിലാവില്ല. അത് തന്നെ ഇഷ്ടപ്പെടായിരിക്കും. പാട്ടുകളൊക്കെ കേൾക്കുന്ന ഏതാ? അപ്പൊ പഴയ പാട്ടുകളാണോ? എല്ലാം കേൾക്കും. പഴയ പാട്ടൊന്നുമില്ല. എന്റെ ഒന്നോ പുതിയ പാട്ടാ മൊത്തം ചുമ്മാതെ ഈ മറ്റുള്ള ഇതെന്ന് പറഞ്ഞ ഇങ്ങനെ എന്തോ തന്തവൈബ് എന്ന് പറഞ്ഞോണ്ട് ഇവനങ്ങ് 90s അങ്ങനെ ടോപ്പൊന്നുമില്ല. അതായത് അവിടുത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെയാണ്. അതായത് അവിടുത്തെ റോസാപ്പൂ പറിച്ചിവിടെ വെച്ചേക്കണ്. അങ്ങനെ പറയാം. ഈ നമ്മുടെ ഉപ്പും മുളകിലും തന്നെ ഇപ്പൊ ഈ കേശു എല്ലാരും കേശു എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ക്യാരക്ടർ ഫിക്സ് ആയി. കേശു എന്ന് പറയുമ്പോൾ നിന്റെ മുഖം ഓർമ്മ വരുന്നത്. അപ്പം വേറെ റോൾസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. അത് എനിക്ക് തോന്നുന്നു പണ്ട് അങ്ങനെ ഒരു തവണ എങ്ങോട്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടോ പിന്നെ വന്നിട്ട് മാറി. ഒരു ക്യാരക്ടർ വരുമ്പോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഏതായാലും സ്വിച്ച് ചെയ്യാൻ പഠിച്ചു. പിന്നെ സ്വിച്ച് ചെയ്യാനൊരു ഇത് ഉണ്ട്. ഇപ്പം മാറും. ഈ ക്യാരക്ടർ അല്ല ആ ക്യാരക്ടർ. ചെറുതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേശു അല്ല ഇവിടെ കേട്ടോ, മനസ്സിലാക്കിയിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞു പറഞ്ഞായി കഴിയുമ്പോ സെറ്റ് ആവും. സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്ടറോട് പോയി സംസാരിക്കാൻ പറയും. അപ്പൊ അവര് ആരാണോ ഈ ക്യാരക്ടർ ഇതാണ് എന്ന്. ലൂയിസ് ചെയ്തപ്പോഴൊക്കെ ഇതിനൊന്നും അട്ടർലി ഡിഫറെന്റ് ആയിരുന്നു. മിക്കവാറൊക്കെ വ്യത്യാസമായിരുന്നു. ഇന്ദ്രൻ സേട്ടന്റെ ഒരു പടമായിരുന്നു. കേശു എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങും ചെയ്തിട്ടില്ല. ഉപ്പും മുളകും മാത്രമേ. അതില് കുറച്ച് ഫുഡ് ഭയങ്കരമായിട്ട് ആർത്തിയുള്ള കുറച്ച് അത്യാവശ്യം അച്ഛനെ എന്തൊക്കെ സാമ്യമുണ്ട് അൽസാബിത്തിന്? അൽസാബിത്തും കേശുവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുള്ള ക്യാരക്ടേഴ്സ് ആണോ? ഉണ്ട്. പക്ഷെ എന്നാ പൂർണ്ണമായിട്ട് സാമ്യം എന്തൊക്കെയുണ്ട് സാമ്യം? എന്തൊക്കെയുണ്ട് സാമ്യം? ഒന്നും കണ്ടുണ്ടെന്ന് തോന്നുന്നു. പറയൂ. ഈ തന്തവ എന്നുള്ള സാധനം തന്നെ മെയിൻ ആയിട്ടുള്ളൂ. പക്ഷെ അത്ര ഇല്ല അതിന്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഫുഡ് കഴിക്കുന്നൊന്നും അതിൽ ഇല്ല. ഫുഡൊന്നും അങ്ങനെ ഫുഡ് ഇഷ്ടമല്ലെന്നല്ല, കഴിക്കും, എല്ലാം കഴിക്കും. പക്ഷെ ഒരു സാധനത്തിനോട് ആർത്തി എന്നുള്ള സാധനമില്ല അവന്. പക്ഷെ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള നോൺ വെജ് നന്നായിട്ട് കഴിക്കും. അതുപോലെ കത്തിച്ചും കളയും. വർക്കൗട്ട് ചെയ്യും. ജിമ്മിൽ പോവും. ജിമ്മിലൊക്കെ പോകും. രാവിലെ പോവും. വീട്ടിൽ ചെയ്യണേ വീട്ടിൽ ചെയ്യും. അങ്ങനെ ചെയ്യും. പിന്നെ കേശു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരെന്ത് പറഞ്ഞാലും കേശു എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അല്ലേ കേട്ടിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് അവിടെ. അതായത് കേശുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എനിക്കും ചില സമയം മനസ്സിലാവാറില്ല. ആ സമയം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്തു പറഞ്ഞാണ്. വീട്ടിലുള്ള ഒരു പറയുമ്പോൾ കേശു പാവമാണ്. അതേ സ്ഥാനത്ത് ചില സമയത്ത് മേളി കയറും. എന്നാൽ കാര്യമായ കാര്യമാണെങ്കിൽ അവൻ കേൾക്കും. എന്തെങ്കിലും നമ്മുടെ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ കുടുംബക്കാരെ പറഞ്ഞു പറഞ്ഞാൽ സഹിക്കൂല. എന്നാൽ വീട്ടിലുള്ളവരാണ് പറയുകയെങ്കിൽ പുല്ലുവിലയായിരിക്കും. മനസ്സിലായി. അങ്ങനത്തെ ഒരു സാധനം. വീട്ടിലുള്ളവർക്ക് എന്തും പറയാം. വീട്ടിലുള്ള വേറെ അടുത്ത് നമ്മുടെ പിള്ളേരെ പറയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആള്. അത് അച്ഛന്റെ സ്വഭാവത്തിൽ നിന്നും അച്ഛന്റെ സ്വഭാവം ചിലപ്പം വീട്ടിലുള്ള എല്ലാവരും പറയണ അച്ഛൻ കേൾക്കൂല. നീല് പറയണ മാത്രമേ കേൾക്കുള്ളൂ, അമ്മ പറയണ മാത്രമേ അച്ഛൻ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ പറയണം. ഞാൻ ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാവരും പറയണ ഞാൻ കേൾക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അത്രേ ഉള്ളൂ. ഈ നിങ്ങൾ തമ്മിൽ യാത്രകളൊക്കെ പോവാറുണ്ടോ ഒരുമിച്ച്? അതല്ല, അല്ലാതെ ട്രിപ്പ് യാത്രകളൊക്കെ നിങ്ങൾ പോകുന്ന എല്ലായിടത്തും. അത് നമ്മുടെ മിഥുൻജി ഇടയ്ക്കിടയ്ക്ക് പറയാ അമ്മയമ്മനോടെ പോയി. അതെ, ഇത്തവണ 5 ദിവസം ലീവ് ഷെഡ്യൂളിന് ബ്രേക്ക് കിട്ടി അപ്പൊ പോവല്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ പോകും. കാരണം ഇവനിങ്ങനെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുമല്ലേ, അവിടെ ബൈഹേർട്ട് ചെയ്താണ്. പിന്നെ ഇപ്പോ മറ്റേ ബീച്ചോണ്ട് നിശ്ചയിച്ചും കൂടി ഇല്ലാത്തത് കൊണ്ട് നല്ല ഏറ്റവും മെച്ചുറായി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഇല്ലാത്തത്. അപ്പോ പിന്നെ അവിടെ ഉള്ള ആകെ ഒരു ആൺതരി ഇവനാണ്. ഓവർ വോയിസും ഓവർ സ്ട്രെയിനും പല സീനുകളിലും എടുക്കാറുണ്ട്. അച്ഛനുള്ളപ്പോ ഈ ടെമ്പോ ഉണ്ട്, നമ്മുടെ സീനിന്റെ ടെമ്പോ എന്നുള്ള സാധനമുണ്ട്. അച്ഛൻ തന്നെ കയറ്റിയും കൂടും. പണിയെടുക്കണ്ട നമുക്ക് നൈസിൽ കൂടെ അങ്ങ് കൊടുത്താൽ മതി. നോർമലായിട്ട് സംസാരിക്കുമ്പോ നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കും. അതേ സ്ഥലത്ത് മറ്റേ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ സാധനം പറഞ്ഞു. ഒന്നാമതേ ഞാൻ ചെറുതും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ബാസ് കിട്ടൂല. അച്ഛൻ നോർമലായിട്ട് സംസാരിച്ചാൽ അത്രയും വോയിസ് കയറും. എനിക്ക് കയറണേ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുക്കണം ഞാൻ. മാത്രമല്ല അച്ഛൻ നാടകവും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നാടകത്തിലെ കളരി ആശാനാണല്ലോ, അപ്പൊ കറക്റ്റ് കിട്ടും അച്ഛന്. എനിക്ക് കിട്ടില്ല. ആ ഓളത്തിന് വേണ്ടി ഇയാള് കുറച്ചുകൂടെ ഓവർ സ്ട്രെയിൻ എടുക്കുമ്പോൾ ചില ദിവസമൊക്കെ തൊണ്ടയ്ക്കൊക്കെ നല്ലതായിരിക്കും. അതിനാണ് കമന്റ്സ് വരാറുണ്ട് അലർച്ചയാണ്. പക്ഷെ ആ ഒരു സീൻ
ഒരാളെങ്കിലും അവിടെ എന്ത് ചെയ്യണം, കാരണം ലേഡീസിന് അത്രയും സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഉപ്പുമുളക് പറയുമ്പോ തന്നെ മൊത്തത്തിലൊരു ഉത്സവം സെറ്റപ്പ്, ഒരു സെലിബ്രേഷൻ എന്റെ വാക്കുകള് പെൺകുട്ടികളാണ്, അവരെടുത്തു കഴിഞ്ഞാല് അറിയാലോ. ഇത് വരാൻ സൗണ്ട് നമുക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ അടുത്ത് ഹൈ പിച്ച് അല്ലേ? അതെ അതെ. പിന്നെ ഒരാളെങ്കിലും നന്നായിട്ട് കേറിയാലേ അടുത്ത ആള് അതനുസരിച്ച് കയറ്റി പിടിക്കാൻ ഒക്കത്തുള്ളൂ. ഒരാള് 5 പോയിന്റ് ചെന്നാൽ അടുത്ത ആള് 4 വരും, അടുത്ത ആള് 3 വരും, അടുത്ത ആള് പിന്നെ അടുത്ത 5 തന്നെ കയറ്റി കൊടുക്കും. മനസ്സിലായി. അതേ സ്ഥാനത്ത് നമ്മള് 2 തുടങ്ങി കഴിഞ്ഞാൽ അവസാനം സൂലട്ടം വരും. എല്ലാരും ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ചില സീൻ ഉറങ്ങിയിരിക്കുന്ന സീൻ. ആ സംഭവം ശരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായിരിക്കും. ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കേണ്ട സീനായിരിക്കും. അപ്പൊ പറയും ഡേ സൂലേട്ടാ എപ്പിസോഡ് വരുമ്പോ ഒട്ടും കൊള്ളത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഡൗൺ ആയിട്ട് കയറ്റി വിട്. അത് കാണുന്ന പ്രേക്ഷകർ ഡൗൺ ആയിട്ട് കയറ്റി വിടുന്നത് ഭയങ്കര രസം. അത് എങ്ങനെയാന്ന് സൂലേട്ടന് പറഞ്ഞൂടെ, എനിക്ക് പറഞ്ഞൂടെ ഇത്രയും കാലം വിട്ട്. പക്ഷെ നമ്മള് കയറി അങ്ങ് പോവും. അപ്പൊ നമ്മൾ എന്റെ അടുത്ത് വന്ന് അങ്ങനെ പറയുമ്പോ, അല്ലെങ്കിൽ ബാക്കി എല്ലായിടത്തും പറയുമ്പോ നമ്മൾ ഡൗൺ ആയിട്ട് ഇടുമ്പോ ഓ അങ്ങനെ ശരി ശരി നമ്മളെല്ലാം പറഞ്ഞാൽ തന്നെ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഓ അങ്ങനെ ശരി നമ്മളെല്ലാം പറഞ്ഞാൽ അങ്ങനെയും പറയാം. കാണുന്ന പ്രേക്ഷകർ പലരല്ലേ, പല വിധമല്ലേ. ചിലർ ഒന്നും അറിയാതെ എപ്പിസോഡ് പോലും കാണാതെ കമന്റ് ഇടും. കമന്റ് ഇടാൻ വേണ്ടി മാത്രം എപ്പിസോഡിൽ ഇടുന്നവരുണ്ട്. കമന്റ് കാണുമോ നമുക്കറിയാം. എല്ലാ ദിവസവും എപ്പിസോഡിന് കമന്റ് ഇടുന്ന ആൾക്കാരുടെ പേര് നമുക്കറിയാമല്ലോ, മനസ്സിലാവും. അതിന് നെഗറ്റീവ് മാത്രം ഇടാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, പോസിറ്റീവ് മാത്രം ഇടാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ചിലർ വളരെ കുറച്ച് വരെ ഉള്ളൂ എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം ഇടുന്നത്. കമന്റ്സ് പലപ്പോഴും നമ്മുടെ അവിടെ പറയും കമന്റ്സ് വായിക്കുക വേണ്ട, നോക്കുക വേണ്ട. കമന്റ്സ് ഒക്കെ വായിക്കുന്നേരോ ഞാൻ നോക്കും. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ എല്ലാ എപ്പിസോഡും കാണും, കണ്ടിട്ട് ഞാൻ പറയും. കമന്റ് നമ്മള് അതില് ഇപ്പം വരുന്ന ഏറ്റവും കൂടുതൽ കമന്റ്സ് ഇത് വരുന്നുണ്ട്. എന്തിനാണ് എല്ലാവരും കൂടെ കിടന്ന് കാറുന്ന, എന്തിനാ കൂന്ന, എന്തിനാ? കുട്ടികളല്ലേ ഇവര്. അല്ല അപ്പൊ നമ്മൾ ആലോചിക്കും എന്നാ പിന്നെ ശരിയണ്ട നമ്മൾ പതിയെ പോവാന്ന്. കാണുമോ? വാർത്ത വായിക്കുമ്പോലെ വായിക്കാം, കേക്കൂ. അതില്ല. പിന്നെ ഓളം വേണം. അപ്പൊ അതങ്ങനെ ചുമ്മാ തുള്ളിയാൽ മതി. അപ്പൊ പറയാം ഇവനൊക്കെ എന്താ മ്യൂട്ടായിട്ട് കിടന്ന് മൈമ കളിക്കണമെന്ന് ചോദിക്കും. ഇതൊരു സിറ്റ്കോം അല്ലേ, അല്ലാതെ മറ്റേ കണ്ണീർ പരമ്പരയല്ലല്ലോ, സീരിയൽ അല്ലല്ലോ. എനിക്കൊന്ന് ഈ കുഞ്ഞുനാളിലെ തന്നെ മീശയൊക്കെ വെച്ചതുകൊണ്ട് അവര് മറ്റേ വലിയ ആളുകളെ പോലെ ട്രീറ്റ് ചെയ്യാല്ലേ. കുറെ പേര് അങ്ങനെ ട്രീറ്റ് ചെയ്യും. പിന്നെ ശരി നമ്മള് ഡെപ്ത് സാധനം തരാം, പക്ഷെ ഡെപ്തിലെ സാധനം നിങ്ങൾക്ക് മനസ്സിലാവൂ. ഭയങ്കരമായിട്ട് ഇവര് വലിയ സ്റ്റോറിയൊക്കെ ഉള്ള സാധനം എടുത്തു വിടും. അപ്പൊ ഞങ്ങൾക്ക് പുല്ല് വിലയാ. ഒരു സ്റ്റോറി ഇല്ലാത്ത സാധനമൊക്കെ ആണെങ്കിൽ അപ്പൊ പറയും ഞങ്ങൾ ചിരിക്കാൻ വേണ്ടിട്ടാ ഉപ്പുമുളക് കാണുന്നത്. അതേ നമ്മൾ കണ്ടന്റ് ഇല്ലാതെ കൊടുത്ത കണ്ടന്റ് ഇല്ലെങ്കിൽ പറയാം നമ്മള് കണ്ടന്റ് തരാന്ന്. എന്താണ് ഈ കണ്ടന്റ്? എന്താണ് കണ്ടന്റ്? അത് വലിയൊരു ചോദ്യമാണ്. അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്ന് വെച്ചാൽ ഇത് 2000 എപ്പിസോഡ് കഴിഞ്ഞു, നിസ്സാര സംഭവമൊന്നുമല്ല. 2000 എപ്പിസോഡെന്ന് പറയുമ്പോൾ ഒരു 1800 സ്റ്റോറി എങ്കിലും വന്നിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസം ഓരോന്നല്ലേ, സീരിയൽ പോലെ കണ്ടിന്യൂഷൻ അല്ല. 2000 സ്റ്റോറി എന്ന് വേണേ പറയാം. ചില ദിവസങ്ങളിൽ റിപ്പീറ്റേഷൻ വരാറുണ്ടെന്നേ ഉള്ളൂ. 2200 ആവാറായി. അപ്പൊ അത്രയും എപ്പിസോഡിൽ ഇത്രയും കഥകളാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം അന്ന് കണ്ടവരല്ലേ ഇപ്പം കാണുന്നത്. അതെ, അന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഇന്ന് അതിന് എത്ര വയസ്സായി? 16 വയസ്സോ 15 വയസ്സോ 16 വയസ്സോ. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയുടെ ബുദ്ധിയാണോ 16 വയസ്സിലായിട്ട്? ആറ്റിറ്റ്യൂഡും ബുദ്ധിയെല്ലാം മാറത്തില്ലേ? അതാ പറഞ്ഞത്. അന്ന് ഒരു 20 വയസ്സിൽ കണ്ട കുട്ടി, ഒരു ആൺചെറുക്കനോ പെൺകുട്ടിയോ ഒരാള്, അവർക്ക് എത്ര 30 വയസ്സായി. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 20 വയസ്സുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അല്ല 30 വയസ്സിൽ വരുമോ, അത് മാറും. വ്യത്യാസം വരും. അപ്പൊ ആ പ്രേക്ഷകരായിരിക്കണമെന്നില്ല ഇപ്പൊ കാണുന്ന പ്രേക്ഷകര്. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഡിഗ്രി ആയി, കോളേജ് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ഒറിജിനലി അവൻ ഡിഗ്രി സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇത്തിരി കൂടെ ഏജ് കൂടുതലായിട്ട്. നമ്മളന്ന് കല്ലുവിനെ കൊണ്ടുവന്നപ്പോ നമ്മള് 3 വർഷം കഴിഞ്ഞിട്ടാണ് സീസൺ 3 തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്നു. പക്ഷെ അത് ആരും കണ്ടിട്ടില്ല. വളരെ എനിക്ക് ചില സമയം എന്നോട് ചിലരൊന്നും ചോദിക്കുന്നതാണ്, മോനെ കല്ലു ഓക്കെ നീ ശരിക്കും പറഞ്ഞാല് +2 അല്ലായിരുന്നോ? അതെ ആയിരുന്നു. പെട്ടെന്ന് നീ ഇങ്ങനെ ഡിഗ്രി 3rd ഇയർ ആയി? നമ്മൾ ചേട്ടാ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. കല്ലു വന്നു, കല്ലുവിന്റെ ഇത്രയും വളർച്ചയുള്ള സാധനം. കല്ലുവിന് 3 വയസ്സ് കഴിഞ്ഞു അല്ലെ 4 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു പ്രഗ്നന്റ് ആയി, അവള് 3 വയസ്സല്ല 4 വയസ്സായി. അത്രയും വർഷം പോകണ്ടേ? അപ്പൊ ഇവർക്കിവിടെ രൂപത്തിൽ മാറ്റം വന്നില്ലെങ്കിലും പറയണ്ടേ? പറയുമ്പോഴെങ്കിലും മാറ്റം വരുന്നുണ്ട്. അതാണ് സ്റ്റോറി ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ ഇത്രയും വലിയ കമന്റ്സ് ഇടുന്നവർ ആലോചിക്കും. ഇതൊന്നും ആലോചിക്കുന്നൊന്നുമില്ല, ഒരു കമന്റ് അങ്ങോട്ട് ഇടണം. നമ്മൾ ചില സമയം ഒറ്റ ബുദ്ധിക്ക് ഇടൂലേ, നെഗറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും.
നമ്മുടെ ആൾക്കാരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ട്രെൻഡാണ്. പിള്ളേരുടെ ആണോ വലിയവരുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നെഗറ്റീവ് ഇട്ടാൽ പെട്ടെന്ന് അതെ, നെഗറ്റീവ് പെട്ടെന്ന് റീച്ച് ആയി പോകുന്നത്. അതെ, നെഗറ്റീവിനാണ് ഇപ്പൊ റീച്ച് കൂടുതൽ. ഇപ്പം ഇവന്റെ ആണെങ്കിൽ ഞാനിങ്ങനെ ഇത്രയും നേരം തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് പല 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 ഇമോഷൻസ് പെട്ടെന്ന് ഫേസിൽ ഇങ്ങനെ സെക്കൻഡ് കൊണ്ട് വന്നു പോകുന്നത്. അപ്പൊ എല്ലാ ഇമോഷൻസും ഇങ്ങനെ ഭയങ്കരമായിട്ട് റിയൽ ലൈഫിലും പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. സങ്കടമാണെങ്കിൽ എക്സ്ട്രീം, എല്ലാം എക്സ്ട്രീം ആണോ? അങ്ങനെയൊന്നുമില്ല. സങ്കടമൊക്കെ വന്നാ ഡൗൺ ആയിട്ടിരിക്കും. ആരെങ്കിലും പറഞ്ഞ് മനസ്സിനകത്തൊരു വിഷമം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫേസിലറിയും. ഒത്തിരി സങ്കടം വന്നാലേ ഉള്ളൂ കരയുന്നത്. പക്ഷെ ഇപ്പൊ അത് കരച്ചിലല്ല, പാര എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് ദേഷ്യപ്പെട്ടിട്ട് തിരിച്ചു വരും. അതാ ഏജിന്റെയാ. ഇപ്പൊ 18 വയസ്സല്ലേ? അതെ അതെ. ഞാൻ പറയാം ഏജിന്റെ ഈ തുള്ളലൊക്കെ അതൊക്കെ കഴിയുമ്പോൾ മാറിക്കോളും. ഞാൻ മൈൻഡ് ചെയ്തില്ല. അയ്യോ, എന്ത് ഞാൻ ആലോചിച്ചിട്ട് നോർമലി ഒരു 18 വയസ്സൊക്കെ ഉള്ളവരെ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയൊന്നും ഇല്ല. ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് പേരൻസിനോട് ഭയങ്കരമായിട്ട് തട്ടിക്കേറുന്നവരും അത് വേണോ ഇത് വേണോ ഭയങ്കര വാശി പിടിക്കുന്നവരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അവൻ വന്നാലും ഇപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ കോളേജൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാലോ അല്ലെ ഒരിടത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് അപ്പം തന്നെ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ജ്യൂസോ അങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കത്തില്ലേ. കാരണം എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും എവിടെയെങ്കിലും പോയിട്ട് വരുന്ന ഉടനെ അവന് വേണമെങ്കിൽ അവൻ വന്ന് വെള്ളം എടുത്ത് കുടിച്ചോളും. ചില സമയം ഇങ്ങോട്ട് വരുന്നതാണ്, വേണ്ട കോളേജിൽ വന്നല്ലേ, ഞാൻ പറഞ്ഞു ഞാനല്ലേ വന്നേ, അതെ എന്നാ വാ നാരങ്ങാളം കൂടി വാ, ഉണ്ടാക്കട്ടെ, വേണ്ട ഉണ്ടാക്കി പിന്നെ എന്തിനാ പച്ചവെള്ളം കുടിച്ചാൽ വേണ്ട നീ നാരങ്ങാളം കുടിക്കണമെന്ന് പിന്നെ പോയി കലക്കൊണ്ട് വരുന്നതായിരിക്കട്ടെ. അതൊക്കെ എനിക്ക് ഭയങ്കര പ്ലസ് പോയിന്റ്, നല്ല പ്ലസ് പോയിന്റുകളാണ്. അഡ്ജസ്റ്റബിളാ, ആരുടെ അടുത്തും അഡ്ജസ്റ്റബിളാ. അത് ഏറ്റവും വലിയൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയും ഫാമിലി ലൈഫിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അവനോട് പറയുന്നത് ഞാൻ മാറി നിൽക്കും. അവൻ അഡ്ജസ്റ്റബിൾ ആണ്. ഇപ്പൊ സംഭവം അവസാനമേ എന്നെ തള്ളി സംഭവം ഞാനും കുറേ നോക്കണ് മേളി വെച്ചിട്ടുണ്ട്, യവന്മാരെല്ലാം കൂടെ താഴെ പിടിച്ചിറങ്ങുന്ന ഡൗട്ട് ഉണ്ട്. ഇല്ല, മറ്റുള്ളവരുടെ കമന്റ്സുകളെ അത്ര വലിയ ഇതായിട്ടൊന്നും കാണുന്ന ഒരാളല്ല ഞാൻ. കാരണം അവനെ എങ്ങനെ വളർത്തണമെന്ന് ഇതുവരെ എങ്ങനെ വളർത്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായ ധാരണയോട് തന്നെ വളർത്തിയത്. പിന്നെ മുമ്പിൽ ഒന്നുമില്ല, വെറും ആകാശം ഭൂമിയെന്ന് മാത്രമുള്ളിടത്തുനിന്ന് നമ്മൾ വന്നവരാ. ബാക്കിയെല്ലാം ഒരു നമുക്കെന്നൊരു തേർഡായിട്ടൊരു ശക്തിയുണ്ട്. നമുക്കൊക്കെ ജന്മം എങ്ങനെ വന്നു, നമ്മുടെ ഈ ജീവനായാലും അല്ലെങ്കിൽ മരണമായാലും അതെങ്ങനെ സംഭവിക്കുന്നു, അതൊരു പ്രപഞ്ച ശക്തിയാണ്. അത് എന്ത് പേരിട്ട് വിളിച്ചാലും, അള്ളാഹു ആയാലും ദൈവം എന്നായാലും എന്ത് പേരിട്ട് വിളിച്ചാലും ആ പടച്ച തമ്പുരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെ ലൈഫ് അല്ലേ. നമ്മളെത്ര വേണ്ടെന്ന് വെച്ചാലും ചിലപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരും. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അൽസാബ് ഇതൊരു ആർട്ടിസ്റ്റായിട്ട് ആ പൈസയിൽ വീടിൻ്റെ കടം വീടുമെന്നോ അല്ലെ വീട് ഞങ്ങളുടെ ജീവിതമാർഗം ഇതാവുമെന്നോ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ വിചാരിച്ചാൽ പോലും വിചാരിക്കുന്ന മോൻ വളർന്ന് വലുതായിട്ട്. അതെ, വളർന്ന് വലുതായിട്ടെന്നുള്ളതാണ്. ഞങ്ങളുടെ ഫാമിലി പോലും അങ്ങനെ ഒരു ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് ഈ പുറത്തുനിന്ന് പറയുന്ന ഒരു കമൻസിനും എന്നെ ബാധിക്കുകയില്ല. അങ്ങനെ ബാധിക്കണമെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ബാധിക്കണമായിരുന്നു. 14 വർഷത്തിന് മുമ്പ് ബാധിക്കണമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ബാധകമേ അല്ലേ. അവൻ അത് പറഞ്ഞെന്ന് വെച്ചിട്ടോ തന്തവൈബാണെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടോ ഒന്നും. അവൻ മെച്യൂറായിട്ട് വളരുന്നുണ്ട്, അവൻ്റെ ക്യാരക്ടർ നല്ലതായിട്ട് വളരുന്നുണ്ട്. അതെനിക്ക് 100% ഉറപ്പാണ്. ഒരു കള്ളിനും കഞ്ചാവിനും പെണ്ണിനും ഒന്നും അഡിക്റ്റ് ആവാതെ മനുഷ്യനെ സ്നേഹിച്ച് പോണം, അത്രമാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനെ സ്നേഹിക്കണം. അല്ല, ഇപ്പൊ കൂടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ഒരു സിഗരറ്റ് വലിച്ചാൽ പോലും നോ എന്ന് പറയുന്ന കൂട്ടത്തിലാണോ? പറയാറില്ല. മൂട്ടിയിരുന്ന് വലിച്ചു നമ്മൾ പറയാം അടയാ തനിക്ക് 20% താൻ വലിച്ചു കയറ്റുള്ളൂ, ബാക്കിയുള്ള 90 ഞാനാണ് വലിക്കണം. മര്യാദ കഴിച്ചു പോടും. എടാ സോറടാ ഞാൻ ഓർത്തില്ലടേക്കരെ ഓടും. സെറ്റിലൊന്നും ആരും അങ്ങനെ വലിക്കുന്നില്ല. ചെറിയ 25, 26 ഒക്കെ വയസ്സുള്ള പിള്ളേരെ പിന്നെ അങ്ങനെ വലിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ മാറിപ്പോയെന്ന് വെച്ചിട്ട് അറിയാലോ. അതെ, നിന്റെ ഒരു ക്യാരക്ടർ അറിയുന്നവരാരും അങ്ങോട്ട് അങ്ങനെ അത്രയും പിള്ളേരുടെ ഫ്രണ്ട് വെച്ച് പൊതുവെ ആരും വലിക്കില്ല. അത്രയും ബോധമില്ലാത്ത ശരിക്കും പറഞ്ഞാലും. അല്ല, ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 10 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും സിഗരറ്റ് വലിക്കുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞു പിള്ളേരൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവർക്കും കുഞ്ഞാണ്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഞാൻ കുഞ്ഞാണ്. അതുകൊണ്ട് അവര് മാറിപ്പോയെന്ന് വലിക്കുള്ളൂ, അങ്ങനെ വരില്ല. അതെ. അപ്പൊ എന്തായാലും ശരിക്കും എന്താ പറയാ, ഒരു
ഏറ്റവും വലിയൊരു ലക്കാണ് ഇങ്ങനെ ഒരു മോനെ മകനെ കിട്ടിയത്. കിട്ടിയത്. അതെ അതെ അതെ, ദൈവത്തിന് നന്ദി തന്നെ പറയണം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ശരി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കുറേ നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. എൻ്റെ ഒരു ഓർമ്മയിൽ ലാസ്റ്റ് ഞാൻ ഇവൻ്റെ സംസാരിച്ചത് ആ സ്കൂൾ ബസ്സിൽ വെച്ചിട്ടെങ്ങാണ്ട, ഭയങ്കര കുഞ്ഞതായിട്ട്. ഇപ്പം എന്നെക്കാളും പൊക്കമൊക്കെ ആയി, വലുതായി. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. വലുതാവട്ടെ. അത് വലുതാവട്ടെ. മാഷാ അല്ലാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.